സെയ്ഫ് സൈനുലാബ്ദീൻ കൂടി ഇപ്പോൾ തിരുവനന്തപുരം ചേരുന്നുണ്ട്. സെയ്ഫ്, പണ്ട് KV തോമസിനെ ചൂണ്ടയിട്ട് കൊണ്ടുപോയത് ഇതേ ലൈനിലായിരുന്നു. അന്ന് CPM-ന്റെ സെമിനാറിൽ തോമസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്നൊക്കെ ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകൾക്കൊടുക്കം അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നു, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നു. അതേ ലൈനിൽ പിടിച്ചു നോക്കിയതാവണം. പക്ഷേ എന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. കാരണം തരൂരിന് വേണമെങ്കിൽ തിരുവനന്തപുരം MP എന്നുള്ള രീതിയിലൊക്കെ പങ്കെടുക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം പിടികൊടുക്കുന്നില്ല. അപ്പോൾ ഈ തരൂരിന്റെ ലൈനെയും DYFI ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡിനെയും എങ്ങനെ കാണേണ്ടതുണ്ട്, കൂട്ടി വായിക്കേണ്ടതുണ്ട് സൈഫ്? സൈഫുദ്ദീൻ, ചില ചൂണ്ടയിൽ ചില മീനുകൾ കൊളുത്തില്ല. ചില മീനുകൾക്ക് കൊളുത്താൻ ആഗ്രഹമുണ്ടെങ്കിലും ചെറിയ ചൂണ്ടയാണെങ്കിൽ വലിയ മീനുകൾ കൊളുത്തി അതിനെ പുറത്ത് കൊണ്ടുവരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. CPM എന്ന് പറയുന്ന വലിയ ചൂണ്ടയാണ് KV തോമസിനെ കൊളുത്തിയത്. DYFI വലിയ ചൂണ്ട എന്ന് പറയുന്നില്ല, എങ്കിലും ഒന്ന് കൊളുത്തി നോക്കിയതാണ്. പക്ഷെ അതിനകത്ത് അദ്ദേഹം കൊരുത്തിട്ടില്ല. അതിനുള്ള കാരണം ഹൈക്കമാൻഡ് എന്ന് പറയുന്ന വലിയ ചൂണ്ട അവിടെ നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിനകത്തേക്ക് അദ്ദേഹം ചെന്ന് വീഴാതിരുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ VK സനോജ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം നല്ല പരിപാടിയാണ് എന്ന് പറഞ്ഞു, ആശംസകൾ അറിയിച്ചു. മുൻകൂട്ടി തീരുമാനിച്ച ചില പരിപാടികൾ ഉള്ളതുകൊണ്ട് തനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. അതേസമയം തന്നെ ആശംസ അറിയിച്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക്, കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് അത് വഴിവെക്കും. കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര തർക്കം, ഈ വികസനവുമായി ബന്ധപ്പെട്ട്, വ്യവസായവുമായി ബന്ധപ്പെട്ടുണ്ടായി, അദ്ദേഹം തരൂരിൻ്റെ ലേഖനവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന വലിയ പൊട്ടിത്തെറി, അതിനെ പരമാവധി രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അത് മുഖ്യമന്ത്രി ആയാലും വ്യവസായ മന്ത്രി ആയാലും ഇപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലനായാലും ഇടതുമുന്നണി കൺവീനർ ആയാലും എല്ലാം, ഈ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും എല്ലാം അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കുന്നു. അത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നു. അതിനിടയിലാണ് DYFI ഇതിനകത്ത് ഒരു കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി ഉള്ള പരിപാടി എന്ന പോലെ അദ്ദേഹത്തെ ക്ഷണിച്ചത്. ഇപ്പോൾ VK സനോജ് പറയുന്നുണ്ട് പരിപാടി നേരത്തെ തീരുമാനിച്ചതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ തരൂരിനെ എന്തുകൊണ്ട് ഇപ്പോൾ ക്ഷണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര തർക്കത്തെ അതിനെ രാഷ്ട്രീയമായി മുതലാക്കാൻ വേണ്ടിയുള്ള നീക്കം DYFI കൂടി അതിൻ്റെ പങ്കാളിയാവുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. എന്തായാലും അദ്ദേഹം പരിപാടിയിൽ പങ്കെടുക്കില്ല. കാരണം ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടപെടലും അതിൻ്റെ ഒരു വിലക്കും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കില്ല. പക്ഷേ ഇതൊരു ക്ഷണ ബോംബായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു സൈഫുദ്ദീൻ. എന്ന് വെച്ചാൽ തരൂര് ഇനി പരസ്യമായ ഏറ്റുമുട്ടലിനില്ല എന്നുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് അതൃപ്തി മാറിയിട്ടില്ലായിരുന്നു എങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ ഒരു പാർലമെന്റ് MP ആണ്, തിരുവനന്തപുരത്തെ MP ആണ്, തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയാണ്, ആ നിലയ്ക്ക് താൻ പങ്കെടുക്കുന്നു എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നയവും നിലപാടും വ്യക്തമാക്കായിരുന്നു. പക്ഷേ അദ്ദേഹം അതിനകത്ത് പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോഴുള്ള ഈ വിവാദങ്ങളിൽ ഏറെക്കുറെ ശശി തരൂർ മയപ്പെട്ടു എന്നുകൂടി വേണം കരുതാൻ.